Welcome to Shida's Talk. Hello everyone. Today I am going to discuss with you class 9 nothing toys activities like paragraph about imagery and appreciation of the poem. അപ്പോൾ ഞാനിന്ന് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 ആക്ടിവിറ്റിയായ ആ ഒരു ഇമേജറിയുടെ കുറിച്ചും അതേപോലെ എപ്രീസിയേഷൻ അല്ലേ പോമിൻ്റെ എപ്രീസിയേഷൻ്റെ ഒരു വർക്ക് ഷീറ്റും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാരഗ്രാഫും എഴുതാനുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ലെസണിലുള്ള നത്തിങ് ടോയ്സ് എന്ന ലെസണിലുള്ള ഫസ്റ്റ് 2 ആക്ടിവിറ്റിയാണ് കേട്ടോ. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2 ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ആക്ടിവിറ്റി 1 എന്താണ്? പോയറ്റ്സ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് ടു എൻഹാൻസ് ദ മീനിങ് ഓഫ് പോംസ് അല്ലേ. ആ പോമിൻ്റെ അർത്ഥം ഒന്നും കൂടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദീസ് ക്യാൻ ബി വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്റ്റൈൽ, ഗസ്റ്റേറ്ററി, കിനസ്തറ്റിക് എക്സെട്ര അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഈ ഇമേജസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ ഇമേജസ്? ഏതാ? നമ്മുടെ സെൻസ് ഓർഗൻസിന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. അതായത് വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിനെ കൊണ്ട് അല്ലേ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ ടാക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് സ്പർശനത്തിലൂടെ അറിയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ദെൻ ഗസ്റ്റേറ്ററി മീൻസ് ടേസ്റ്റ്. കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. ഓക്കെ. അതൊക്കെയാണ് നമ്മൾ ഇമേജസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫ്യൂ എക്സാമ്പിൾ ഫ്രം ദ പോം നത്തിങ് ടോയ്സ് ആർ ഗിവൺ ബിലോ. ഈ ഏതൊക്കെ ഇമേജസ് ആണ് നമ്മുടെ ഈ പോമിലുള്ളത് എന്ന് വെച്ചാൽ അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ ആ റോസ് അല്ലേ. റോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ്. ഓഡിറ്ററി ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഐഡിൽ ടങ് മെൻഷൻ യുവർ നെയിം അല്ലേ. ആൾക്കാർ അല്ല അറിയാത്ത ഏതോ ഒരാൾ എന്ത് ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് ആ പേര് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ലേ. അതാണ് ഇവിടെ ഓഡിറ്ററി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ സെൻറ്റ്. അപ്പോൾ അവിടെ ആ ഒരു റോസിൻ്റെ മണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് റോസിൻ്റെ മണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ഗന്ധം നമുക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതാണ് ഇവിടെ ഓൾ ഫാക്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫ്ലീറ്റിംഗ് ഡേ, ക്ഷണികമായ ദിവസം. അതായത് ആ ദിവസത്തിൻ്റെ മൂവ്മെൻ്റാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു വളരെ നശ്വരമായ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ പെട്ടെന്നുള്ള മാറ്റം, അത് മൂവ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ടാക്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്പർശനം അല്ലേ. സ്പർശനത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് ഇവിടെ കിസ്സസ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നൗ ലിസ്റ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഇമാജറി ആൻഡ് മെൻഷൻ ദർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പോം. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കവിതയിൽ കൊടുത്തിരിക്കുന്ന ഇമേജറിക്ക് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ബോക്സിൽ എഴുതേണ്ടത്. ചെറിയ ബോക്സാണ്, എഴുതുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല. ഓക്കെ. എന്നാലും അതുകൊണ്ട് വളരെ ചെറുതാക്കിയിട്ടാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വിഷ്വൽ ആദ്യം നമുക്കിവിടെ ഉള്ളത് ഈ പാഠഭാഗത്തുള്ളത് ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ തന്നിട്ടുണ്ട് അല്ലേ. റോസ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് നമുക്കും എഴുതാനുള്ളത്. ഏതൊക്കെ കാര്യങ്ങളാണ്? റോസ്, പിന്നെ ക്ലോക്ക്. ലൈൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ലൈൻസൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നമ്മൾ ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ
റോസ് ക്ലോക്ക് അല്ലേ. റോസിനെ നമ്മളെങ്ങനെ ഇപ്പോൾ പറയാം? റോസ് സിംബലൈസ് ബ്യൂട്ടി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് മൊമെൻ്റ് ഇൻ ലൈഫ്. അതാണ് ഇതിലുള്ള പ്രാധാന്യം അല്ലേ. റോസ് ഇതിൽ സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു മനോഹാരിതയും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ നിമിഷങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, റോസ് ഇതിൽ പറയുന്നത്. ബാക്കി ആ കവിതയൊക്കെ അറിയുന്നതല്ല, ഇനി വീണ്ടും വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമയം കളയുന്നില്ല, ജസ്റ്റ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് ക്ലോക്ക്. ക്ലോക്ക് സജസ്റ്റ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം അല്ലേ. ആ ഒരു സമയത്തിൻ്റെ നശ്വരതയാണ്, ആ ഒരു ക്ഷണികതയാണ് ക്ലോക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഓൾ ഫാക്ടറി. ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എക്സാമ്പിളിൽ തന്നത് പറയുന്നില്ല, വേറൊന്ന് പറയാം. യു കാൺ റിപ്പീറ്റ് അറ്റ് ദ ക്ലാസ് അല്ലേ. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താ ഇവിടെ? ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഐഡിയ ദാറ്റ് certain experience once past cannot be recreated അല്ലേ. നമ്മളെ ജീവിതത്തിൽ കടന്നു പോയ നിമിഷങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അനുഭവങ്ങളെ വീണ്ടും അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓൾ ഫാക്ടറി അല്ലേ. ഓൾ ഫാക്ടറി നമുക്ക് എന്താ എഴുതാൻ കഴിയുക? ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്, അത് തന്നെയാണ് നമുക്കിവിടെ എഴുതാനുള്ളൂ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് എന്ത് എഴുതാം? സിംബലൈസ് ദ ലവ് ആൻഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻ. ഓക്കെ, കിനസ്തെറ്റിക്കിന് ഓൾറെഡി ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് വീണ്ടും നമ്മൾ വേറൊന്നും എഴുതുന്നില്ല. അതിന് ടാക്റ്റൈൽ. ടാക്റ്റൈലിന് നമുക്കിവിടെ എന്താ നമ്മൾ എഴുതുക? കിസ്സസ് തന്നെ ഉള്ളൂ നമുക്കും ഇവിടെ പറയാൻ വേണ്ടി. സ്മൈൽസ് ആൻഡ് കിസ്സസ് എന്ന് പറയുന്ന ആ ഒരു വരിയിൽ കിസ്സസ് തന്നെ ഉള്ളൂ. അത് നമ്മുടെ ഉദാഹരണം തന്നതിൽ ഏതായാലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞില്ല, അത് നമുക്കൊന്ന് എഴുതാം. സിംബലൈസ് ദ ഇൻറ്റിമസി ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് അല്ലേ. വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ ഒരു ഇൻറ്റിമസിയൊക്കെയാണ് ആ ഒരു കിസ്സസ് എന്നതുകൊണ്ട് ഈ ഒരു പാഠത്തിലുള്ള പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ആ ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നൗ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇമാജറി ഇൻ ദ പോം. ഈ പോമിലുള്ള ഇമാജറിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ദ ഇമാജറി ഇൻ വിസാൽവ സിംബോൾക്കാസ് പോയം നത്തിങ് ചോയ്സ് ഈസ് റിച്ച് ആൻഡ് ഇവൊക്കേറ്റീവ് painting vivid pictures that resonate with the reader's sense and emotions. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? വായനക്കാരൻ്റെ ഇന്ദ്രിയങ്ങളോടും വികാരങ്ങളോടും പ്രതിധ്വനിക്കുന്ന ഉജ്ജ്വലമായ ചിത്രങ്ങൾ വരക്കുന്ന വിസാൽവയുടെ കവിതയിലെ ഇമേജറീസ് സമ്പന്നവും ഉദ്യോഗജനകവുമാണ്. യൂസിങ് ഇമേജറി, സിംപോസ്ക captures the fleeting nature of time and the beauty of ലൈഫ്സ് മൊമെൻറ്റ് അല്ലേ. ഈ ഇമാജറീസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിംപോസ്ക എന്താണ് ക്യാപ്ചർ ചെയ്യുന്നത്? ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം, സമയത്തിൻ്റെ ആ ഒരു നശ്വരതയും ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് മൊമെൻറ്റ്സ്, ജീവിതത്തിൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങളുമാണ് വിസാൽവ ഈ ഒരു കവിതയിലൂടെ കാണിക്കുന്നത്. ദ ഇമേജ് ഓഫ് എ റോസ് ബീയിങ് ഫ്ലങ് ഇൻ ടു എ റൂം വിത്ത് ഓൾ ഇറ്റ്സ് ഹ്യൂ ആൻഡ് സെൻറ്റ് symbolizes the suddenness and allure of unexpected experience, emphasizing their ephemeral nature. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലവർ അല്ലെ, ഒരു റോസാ ഫ്ലവർ അതിൻ്റെ എല്ലാ മണത്തോടും സൗരഭ്യത്തോടും കൂടി റൂമിലേക്ക് എറിയുന്നു എന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്താ? ദ സഡൻനെസ് ആൻഡ് എല്ലുർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് അല്ലേ. പെട്ടെന്നും അപ്രതീക്ഷിതവുമായ ആ ഒരു അനുഭവങ്ങളുടെ ആകർഷണകത്വം അല്ലേ. എംഫസൈസിങ് ദർ എഫമറൽ നേച്ചർ. കൂടാതെ എന്തും കൂടെ ഊന്നി പറയുന്നുണ്ട്, അതിൻ്റെ ആ ഒരു എഫമറൽ നേച്ചർ. എഫമറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫ്ലീറ്റിങ് തന്നെ അല്ലേ, ക്ഷണികമായ ആ ഒരു സ്വഭാവത്തെ അതും കൂടെ ഊന്നി പറയുന്നുണ്ട്. ദ മെൻഷൻസ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് കൺജേഴ്സ് ദ വിഷ്വൽ ഓഫ് സംവൺ glancing anxiously at the passing of time, highlighting the theme of time's relentless progression. അപ്പോൾ ഇവിടെ ക്ലോക്കിലേക്ക് നോക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പരാമർശമുണ്ട് അല്ലേ. അതിലെന്താ പറയുന്നത്? സമയത്തിൻ്റെ നിരന്തരമായ പുരോഗതിയുടെ ആ ഒരു പ്രമേയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമയം കടന്നു പോകുന്നതിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്ന ഒരാളുടെ ദൃശ്യം ഉൾക്കൊള്ളുന്നു അല്ലേ. ഓക്കെ,
highlighting the theme of time relentless progression. Additionally, the imagery of smiles, kisses, and the mention of a classroom settings creates a sense of intimacy and connection, underscoring the importance of human relationship amidst life transience. അല്ലേ, ജീവിതത്തിൻ്റെ ആ ഒരു ക്ഷണികതയ്ക്കിടയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അഡീഷണലായിട്ട് കൊടുത്ത ഇമേജറീസ് ഏതൊക്കെ, സ്മൈൽസ്, കിസ്സസ്, പിന്നെ ആ ക്ലാസ് റൂം കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രാധാന്യം, ജീവിതത്തിലുള്ള ആ ഒരു അടുപ്പത്തിൻ്റെയും ആ ഒരു ബന്ധത്തിൻ്റെയൊക്കെ പ്രാധാന്യം കാണിക്കുന്നുണ്ട് അല്ലേ. ഓവറോൾ ദ ഇമേജറി ഇൻ നത്തിങ് ടോയ്സ് enriches the poem, bringing its themes of time, memory and human experience to life with vivid and sensory detail. അപ്പം എല്ലാം ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലുള്ള ഇമേജറീസ് എന്ത് ചെയ്യുന്നുണ്ട്, നത്തിങ് ടോയ്സ് എന്ന പോയത്തിലെ ഇമേജറീസ് എൻറിച്ച് ദ പോയത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സമ്പന്നമാക്കുന്നുണ്ട് അല്ലേ. Bringing its themes of time, memory and human experience to life with vivid and sensory detail അല്ലേ. അപ്പോൾ വായനക്കാരൻ്റെ ഇന്ദ്രിയങ്ങളോടും വികാരങ്ങളോടും പ്രതിധ്വനിക്കുന്ന ഉജ്ജ്വലമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന റിസാൽവിയുടെ കവിതയിലെ ഇമാജറി സമ്പന്നവും ഉദ്യോഗജനകവുമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കവിതയിലെ ഇമേജറിയെക്കുറിച്ച് പറയാനുള്ളത്. അതിന് നമുക്ക് ഇതിലെ നെക്സ്റ്റ് വർക്ക് അല്ലേ, നെക്സ്റ്റ് നമ്മളൊരു എപ്രീസിയേഷൻ എഴുതാനുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൽ എഴുതാം. അതിനുശേഷം നമുക്ക് ആ എപ്രീസിയേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ആക്ടിവിറ്റി 2 ആണ് നോക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ് അല്ലേ. ആദ്യം നമുക്ക് ഈ വർക്ക്ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന്. ടൈറ്റിൽ ഓഫ് ദ പോം. ടൈറ്റിൽ ഓഫ് ദ പോം എന്താ? നത്തിങ് ടോയ്സ്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ട 2 കാര്യങ്ങൾ അബൌട്ട് ദ പോയറ്റും തീം ഓഫ് ദ പോമാണ്. അപ്പോൾ പോയറ്റിനെ കുറിച്ച് നമ്മൾ എന്താ എഴുതുക? വിസാൽവ സിംബോസ്ക, എ നൊബൽ പ്രൈസ് വിന്നിങ് പോളിഷ് പോയറ്റ് അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് പോയറ്റിനെ കുറിച്ചൊരു സിമ്പിളായിട്ട് മാത്രമേ ഞാൻ ഈ ബോക്സിൽ തരുന്നുള്ളൂ. നമുക്ക് എപ്രീസിയേഷനിൽ കാര്യമായിട്ട് നമുക്ക് എഴുതാം. നെക്സ്റ്റ് തീം ഓഫ് ദ പോം. തീം ഓഫ് ദ പോം നമ്മൾ എന്താ എഴുതുക? എംബ്രേസിങ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് ചെറിഷിങ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം അല്ലേ. ഇതൊന്നും ഞാൻ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ പോം എടുക്കുമ്പം എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇനി സമ്മറി ഓഫ് ദ പോം. The poem talks about how life is full of unique moments that can be repeated. അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ പോം. ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ അല്ലേ, അതെന്താണ് നമ്മൾ പറയാം? ഇറ്റ് ഈസ് എ പോം വിത്ത് 7 പാർട്സ് ഈച്ച് ഹാവിങ് 4 ലൈൻസ്. 4 ലൈൻസ് വരുന്ന നമ്മുടെ സ്റ്റാൻസിയെ ക്വാട്രെയിൻ എന്നാ പറയാമെന്നൊക്കെ നേരത്തെ പോം എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻസ്റ്റൻസ് ഓഫ് ആലിറ്ററേഷൻ. ഇനി ആലിറ്ററേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആലിറ്ററേഷൻ എന്താണെന്നൊന്ന് അറിയണം. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. ആലിറ്ററേഷൻ എന്ന് പറയുന്നത് ഒരു ലൈനിൽ തന്നെ എന്ത് വേണം? കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരണം ഒരു വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അതായത് ഒരു ലൈനിൽ ഒരു വേർഡ്സുകളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് ആലിറ്ററേഷൻ എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ ഒരു പോം നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം. ഓക്കെ, ഈ ഒരു പോം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ആലിറ്ററേഷനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക ഏത് ലൈനാണ്? ഓക്കെ, look at the third stanza. Third stanza നോക്കി. No day copies yesterday, no 2 nights will teach what bliss is. അല്ലേ. അപ്പോൾ അവിടെ ടു എന്ന് പറയുന്ന വേർഡിൻ്റെ ട് സൗണ്ടും ടീച്ച് എന്ന് പറയുന്ന വേർഡിൻ്റെ ടി സൗണ്ടും അല്ലേ. അപ്പോൾ വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലെറ്റേഴ്സാണ്, സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അത് എന്തായിരിക്കണം? കോൺസണൻറ്റ് സൗണ്ടും ആയിരിക്കണം, വവ്വൽസ് ആവരുത്. അപ്പോൾ ഇവിടെയുള്ള നമുക്ക് ആലിറ്ററേഷൻ എന്ന് പറയുന്നത് 2
ടീച്ച് അല്ലേ, 2 nights will teach. അപ്പോൾ അതിലെ ടു ടീച്ചാണ് നമുക്കിവിടെ ആലിറ്ററേഷനായിട്ട് പറയുന്നത്. എല്ലാ വേർഡ്സിൻ്റെയും ആദ്യം കോൺസണൻറ്റ് സൗണ്ട് വരണമെന്നില്ല. ഒരു ലൈനിൽ നമുക്ക് പരമാവധി ചിലപ്പോൾ 2 ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ആലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത നമുക്ക് കിട്ടുക നമ്മുടെ നെക്സ്റ്റ് 1 2 3 4th സ്റ്റാൻസ അല്ലേ. 4th സ്റ്റാൻസയിൽ ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ്. അതിൽ ഫ് എന്ന് പറയുന്ന സൗണ്ട്, ഫീൽ, ഫ്ലങ്, ഇത് രണ്ടുമാണ് നമുക്ക് ആലിറ്ററേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരിക ഡേ, ഡു, ഡേ ആണ് വരിക അല്ലേ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു അടുത്ത സ്റ്റാൻസിലാണ് അല്ലേ. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ, അതിൽ ഡു, ഡേ, ഡ സൗണ്ടാണ് അതിൽ നമുക്ക് ആലിറ്ററേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നേച്ചർ നോട്ട്. അതേ സ്റ്റാൻസിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നേച്ചർ നോട്ട്, അതാണ് അടുത്ത നമുക്ക് ആലിറ്ററേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ളത് അതേ സ്റ്റാൻസിൽ തന്നെ ടുഡേ, ടുമാറോയിൽ ടി സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ആലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ബോക്സിൽ മാക്സിമം എന്ത് ചെയ്യാം, ഈ ബോക്സിൽ മാക്സിമം ചെറുതാക്കിയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ആലിറ്ററേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ടു ടീച്ച്, ഫീൽ, ഫ്ലങ്, ഡു, ഡേ, നേച്ചർ നോട്ട്, ടുഡേ അല്ലേ, ടുഡേ, ടുമാറോ, ഇത്രയാണ് നമുക്ക് ആലിറ്ററേഷനായിട്ട് വരുന്നത്. അടുത്തത് എസണൻസ് ആണ്. ആലിറ്ററേഷൻ പോലെ തന്നെയാണ് എസണൻസും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആലിറ്ററേഷൻ കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എസണൻസ് വവൽ സൗണ്ടാണ്. പക്ഷേ ആലിറ്ററേഷൻ പോലെ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെറ്റർ വേണമെന്നൊന്നുമില്ല. വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ ഇടയിലോ എവിടെ ആയാലും പ്രശ്നമില്ല. പക്ഷേ വവ്വലായിരിക്കണം, ഒരു ലൈനിൽ തന്നെ ഉണ്ടാവുകയും വേണം. അതാണ് എസണൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതാ വവ്വൽ സൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? എ, ഇ, ഐ, ഒ, യു, ഇതാണ് വവ്വൽ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വവ്വൽ സൗണ്ട് ഉണ്ടാകുന്ന ലൈൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസണൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, സൗണ്ടാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് കാണുമ്പോൾ തന്നെ അത് എ വരുന്ന വാക്കുകൾ എസണൻസ് ആണെന്നും പറഞ്ഞിട്ട് എഴുതരുത്. അതിൻ്റെ സൗണ്ടാണ് നോക്കേണ്ടത്. എ എന്നല്ല നമ്മൾ പറയാം, ആ ലെറ്ററിൻ്റെ പ്രൊനൗൺസ് എന്ന് പറയുന്നത് എ എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന വേർഡ്സിൽ എന്ന് വരുന്ന വാക്കുകൾ, എന്ന് വരുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെറ്ററിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആ സൗണ്ട് എസണൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നോക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും? ആൻഡ്, ചാൻസ്, പ്രാക്ടീസ്, ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കുക, ആൻഡ് എന്നാണ് സൗണ്ട്, അല്ല. അതുപോലെ ചാൻസ് ആ ആണ്, പ്രാക്ടീസ് ആ ആണ്. അപ്പോൾ ഇതൊന്നും തന്നെ ആ സൗണ്ടൊന്നും, എ ആണ് ആ ലെറ്ററെങ്കിലും ആ സൗണ്ടൊന്നും നമുക്ക് എന്തിനെടുക്കാൻ പറ്റില്ല, എസണൻസിന് എടുക്കാൻ പറ്റില്ല. എസണൻസ് എന്ന് പറയുമ്പോൾ വരുന്ന സൗണ്ടായിരിക്കണം. ഇ, ഐ, ഒ, യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എസണൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലെ സെക്കൻഡ് ലൈൻ നോക്കുക. ഇൻ കോൺസിക്വൻസ് ദ സ്റ്റോറി ഫാക്ട് ഈസ്. അപ്പോൾ ഇൻ, ഈസ്, അത് രണ്ടും എന്താണ്? ഇൻ എന്ന് പറയുമ്പോൾ ഈ സൗണ്ട്, അതേപോലെ ഈസ് എന്ന് പറയുമ്പോൾ ഈ സൗണ്ട്. അപ്പോൾ ഇന്നും ഈസുമാണ് നമ്മൾ ആദ്യം എസണൻസ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേയ്സ്, ഡേ, എസ്റ്റർഡേ അല്ലേ. ഡേ മനസ്സിലായല്ലോ. ഡേ, ആ ഒരു എ സൗണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. ഡേയ്സ്, ഡേ, 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 എ സൗണ്ടാണ് ഡേ എന്ന് പറയുമ്പോൾ വരുന്നത്. ഡേ, യെസ്റ്റർഡേ. ഓക്കെ, അവിടെയുള്ള ആ ഒരു വേർഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എസണൻസ് ആയിട്ട്, ആ ലെറ്ററാണ് അതിനെ നമുക്ക് എസണൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് അതിൻ്റെ താഴെ തന്നെ നോക്കുക നിങ്ങൾ, നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഈസ്. അപ്പോൾ വിൽ, ബ്ലിസ്, വി, ബ്ലി. ഓക്കെ, ആ ഐസ്, ആ ഇ എന്ന് വരുന്ന സൗണ്ട്, വിൽ, വി, ബ്ലി.
ഓക്കെ, ആ ഒരു സൗണ്ടാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ വിൽ, ബ്ലിസ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്ലീറ്റ്. വെരി ഫ്ലീറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്ലീറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, പോമിൽ ഫ്ലീറ്റിംഗ്. ഓക്കെ, ട്രീറ്റ്, ഫ്ലീറ്റ്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ? അപ്പോൾ ട്രീറ്റ് അല്ലേ, അവിടെ സ്പെല്ലിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ EA ആണ്, പക്ഷെ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്, ട്രീ അല്ലേ, ട്രീ. അപ്പോൾ EA വരുന്ന ആ ഒരു സൗണ്ടും ഫ്ലീറ്റിംഗ്. അപ്പോൾ ട്രീറ്റ്, ഫ്ലീറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ സൗണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ലെറ്റേഴ്സ് അല്ല. ട്രീറ്റ്, ഫ്ലീറ്റ്, ഇത് രണ്ടുമാണ് എസണൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സീക്ക്, ബിനീത്ത്. അവിടെയും അതേപോലെ തന്നെ സീക്ക് ഡബിൾ E ആണ്, സീക്ക്, ഈക്ക്. അതേപോലെ ബിനീത്ത് EA ആണെങ്കിലും അവിടെ ബിനി, നീ. ഓക്കെ, അപ്പോൾ സീക്ക്, ബിനീത്ത്. അപ്പോൾ ഇത്രയും ഈ ഒരു വേർഡ്സിനെ നമുക്കിവിടെ എന്ത് ചെയ്യാം? എസണൻസിൻ്റെ ബോക്സിലേക്ക് നമുക്ക് എഴുതാം. ഓക്കെ, എസണൻസിൻ്റെ ബോക്സിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് എഴുതുന്ന ഏതൊക്കെയാണ്? ഇൻ, ഈസ്, ഡേയ്സ്, എസ്റ്റർഡേ, വിൽ, ബ്ലിസ്, ഫ്ലീറ്റ്, ട്രീറ്റ്, ഫ്ലീറ്റ്, സീക്ക്, ബിനീത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ എഴുതേണ്ടത് റൈമിംഗ് സ്കീം. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? റൈമിംഗ് സ്കീം നമ്മൾ പൊതുവെ എഴുതുക ആ ഒരു റൈമിംഗ് വേർഡ്സ് നോക്കിയിട്ടാണ് അല്ലേ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ലൈനിൻ്റെയും എൻഡിലുള്ള വേർഡിൻ്റെ സൗണ്ട് എന്ത് ചെയ്യണം? ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പോമിലുള്ള ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ലൈൻ ചോയ്സ് അല്ലേ. അതിൽ സെക്കൻഡ് ലൈനിലല്ല, തേർഡ് ലൈൻ നോക്കുക. കാരണം ഒന്നുകിൽ താഴെയുള്ള ലൈനുകളിൽ അല്ലെങ്കിൽ ഒന്നിടവിട്ട ലൈനുകളിലായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ റൈമിംഗ് വേർഡ്സ് കിട്ടുക. അപ്പോൾ ചോയ്സ്, ഇംപ്രൊവൈസ്. അവിടെ ഇംപ്രൊവൈസ്ഡ് എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഡി സൈലൻ്റ് ആണ്. അപ്പോൾ ചോയ്സ്, ഇംപ്രൊവൈസ് അതെന്താണ്? റൈമിംഗ് വേർഡാണ്. അതേപോലെ പിന്നെ വരുന്നത് എന്താ? ഈസ്, പ്രാക്ടീസ്. ആ ലാസ്റ്റ് വരുന്ന സൗണ്ടാണ് റൈമിംഗ് വേർഡ്സ്. പിന്നെ ഡമ്മർ, സമ്മർ, ഡാൻസ്, വൺസ്, എസ്റ്റർഡേ, വേ, ഈസ്, kisses, tongue, flung, accident, sent, me, be, clock, rock, day, stay, sorrow, tomorrow, prefer, concur, star, are. ഇതൊക്കെയാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഇതിലെ റൈമിംഗ് സ്കീം അല്ലേ. റൈമിംഗ് സ്കീം എന്ന് പറയുമ്പം ഫസ്റ്റ് വേർഡ് ചോയ്സിന് നമുക്ക് എന്ത് ചെയ്യാം? എന്നുള്ള ലെറ്റർ കൊടുക്കാം. ഇനി സെക്കൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫാക്റ്റ് ഈസ്. അത് ചോയ്സ് എന്ന് പറയുന്നത് പോലെയല്ല നമ്മളെ ലാസ്റ്റ് വേർഡായ ഈസ് സൗണ്ട് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ബി കൊടുക്കാം. നെക്സ്റ്റ് തേർഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൊവൈസ്. ഇംപ്രൊവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈന് എങ്ങനെയാണോ ലാസ്റ്റ് നമ്മുടെ സൗണ്ട് വന്നത് അതേ സൗണ്ട് തന്നെയാണ് ഇംപ്രൊവൈസിനും വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ എന്നുള്ള ലെറ്റർ കൊടുക്കുക. അതിന് ഫോർത്ത് ലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലൈനിലെ ഈസ് സൗണ്ട് തന്നെയാണ് ഫോർത്ത് ലൈനിലെ പ്രാക്ടീസ് സീനും വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ബി കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാൻസാസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ചാണ് നമ്മൾ പറയേണ്ടത്. ഈ പോമിൽ വരുന്ന മെയിനായിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫോർ, സിമിലി, പേഴ്സോണിഫിക്കേഷനാണ്. അപ്പം മെറ്റഫോർ നമുക്ക് നോക്കാം. എവിടെയാണ് വരിക? ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലാങ് ഇൻ ടു ദ റൂം അല്ലേ. ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. ഈ ലൈനിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? റോസിനെ അവിടെ ആ ഒരു പോയിറ്റിൻ്റെ ബിലോഡിൻ്റെ നെയിമുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്യപ്പെടുത്തുന്നുണ്ട്. അതിനെയാണ് ഇവിടെ മെറ്റഫറായിട്ട് പറയുന്നത് അല്ലേ. അപ്പം മെറ്റഫറും സിമിലിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. മെറ്റഫർ സിമിലിയിൽ ആസോ ലൈക്കോ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക.
മെറ്റഫറിൽ അത് തന്നെയാണെന്ന് പറയുക ചെയ്യുക. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം അല്ലേ. അപ്പോൾ ആ ഒരു റോസ് റൂമിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി എന്നാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ ആ റോസ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പോയിറ്റിൻ്റെ ബിലൗഡിൻ്റെ നെയിമാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെറ്റഫോർ എന്ന് പറയുന്നത്. ഇനി സിമിലി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ആ ലാസ്റ്റ് ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ അല്ലേ. ആ ഡിഫറെൻറ്റ് പേഴ്സൺ ഡിഫറെൻ്റ് ആണ്, 2 തുള്ളി വെള്ളം പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മനുഷ്യരെ 2 തുള്ളി വെള്ളത്തോടാണ് എന്ത് ചെയ്യുന്നത്? സാമ്യപ്പെടുത്തുന്നത്. മെറ്റഫറും സിമിലിയും തമ്മിൽ മാറിപ്പോവരുത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ മെറ്റഫറിൽ ആസോ ലൈക്കോ വെച്ച് കമ്പയർ ചെയ്യില്ല, അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്യുക. ഇവിടെ സിമിലി ആവുമ്പോൾ അതിൽ ആ വേർഡ്സിൽ ആസോ ലൈക്കോ വെച്ച് കമ്പയർ ചെയ്യും. ഇവിടെ കണ്ടില്ലേ, ഓൾദോ വി ആർ ഡിഫറെൻറ്റ് വി കൺകർ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ അല്ലേ. 2 തുള്ളി വെള്ളം പോലെ എന്താണ് നമ്മൾ ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ മെറ്റഫറിലും ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് അല്ലേ. ഐ ഫീൽ ഇവിടെ ആസ് ഇഫ് എനിക്ക് അതുപോലെ തോന്നിയെന്നാണ് പറയുന്നത്, അല്ലാണ്ട് റോസിനെ ബിലൗഡിൻ്റെ നെയിം പോലെ തോന്നിയെന്നല്ല ഇവിടെ പറയുന്നത്. റോസിനെ ഇവിടെ ബിലൗഡിൻ്റെ നെയിമായിട്ട് തന്നെയാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അത് ഇവിടെ ഈ ഒരു ആസ് വരുന്നത് ആസിഫാണ് അല്ലേ. അതുപോലെ പോയിറ്റിന് തോന്നിയെന്ന് പറയാനാണ് അവിടെ ആസിഫ് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സിമിലിയിലേക്ക് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾദോ വി ആർ ഡിഫറെൻറ്റ് ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ അല്ലേ. 2 തുള്ളി വെള്ളം പോലെ ഹ്യൂമൻ ബീയിങ്സ് ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ ഇതൊക്കെ പോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പെർസോണിഫിക്കേഷൻ അല്ലേ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തെടുക്കാം? ഇവിടെ നമ്മൾ ആ ഒരു ഡേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലേ. മനുഷ്യരല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യരുടെ ക്വാളിറ്റിയെ നമ്മൾ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? ഈ ഒരു പേടിയും സങ്കടമൊക്കെ സാധാരണഗതിയിൽ ആർക്കാണ് ഉണ്ടാവുക? മനുഷ്യർക്കാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ മനുഷ്യരുടെ ഇത്തരം ഫീലിംഗ് ഇവിടെ ഏതിനാണ് കൊടുത്തിരിക്കുന്നത്? ഡേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിലെ പെർസോണിഫിക്കേഷൻ. അപ്പം നമ്മുടെ ആ ഒരു ലൈനിൽ നമുക്ക് ജസ്റ്റ് ഇതിപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമുക്ക് ആ എഴുതാനുള്ള ലൈനിൽ എന്ത് നമുക്ക് എഴുതാം? ഓക്കെ, റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് ഫിഗർ ഓഫ് സ്പീച്ച് നമുക്കവിടെ ഏതൊക്കെ എഴുതാം? മെറ്റഫോർ, സിമിലി, പെർസോണിഫിക്കേഷൻ. ഇതാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഇനി മെസ്സേജ് ഓഫ് ദ പോം അല്ലേ. മെസ്സേജ് ഓഫ് ദ പോം നമ്മൾ എന്താ എഴുതുക? ലൈഫ് ഈസ് അൺപ്രിഡിക്റ്റബിൾ ആൻഡ് അൺറിപ്പീറ്റബിൾ. സോ എംബ്രൈസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്, എൻജോയിങ് ദ ബ്യൂട്ടി ആൻഡ് ട്രാൻസിയൻസ് ഓഫ് ലൈഫ്സ് മൊമെൻറ്റ്സ് റാദർ ദാൻ ബ്രൂഡിങ് ഓവർ ദ പാസ്റ്റ് ഓർ വറിയിങ് അബൌട്ട് ഫ്യൂച്ചർ. ഇതൊക്കെ നമ്മൾ കുറേ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ ഇന്നത്തെ പ്രസൻറ്റിൽ ജീവിക്കുക, നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസൻറ്റിൽ, അതായത് ഈ ലൈഫിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്തല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അല്ലേ. അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതാണ് ഈ പോയത്തിൽ വരുന്ന മെസ്സേജ്. അതിന് യുവർ വ്യൂസ് ഓൺ ദ പോം, നമ്മുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ എഴുതണം അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എപ്രീസിയേഷൻ എഴുതുന്നതിൻ്റെ വർക്ക്ഷീറ്റാണ് തന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോമിൻ്റെ എപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം? പോയിറ്റിനെ കുറിച്ച് പറയണം, തീം ഓഫ് ദ പോം വേണം, സമ്മറി വേണം, സ്ട്രക്ചർ വേണം, പിന്നെ ഈ പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ അല്ലേ. സ്ട്രക്ചർ ഓഫ് ദ പോം കഴിഞ്ഞാൽ പോയറ്റിക് ഡിവൈസ് ആണ് ആലിറ്ററേഷൻ, എസനൻസ്, റൈം സ്കീം, റൈമിംഗ് വേർഡ്സ്, ഇമേജസ്, ഫിഗർ ഓഫ് സ്പീച്ച്, ഇതൊക്കെ പോയറ്റിക് ഡിവൈസസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പോമിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എഴുതണം. പിന്നെ ആ ഒരു പോമിൻ്റെ മെസ്സേജ് എന്താണെന്ന് പറയണം, നമ്മുടെ അഭിപ്രായം എന്താണെന്നും കൂടെ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്തെഴുതാൻ വേണ്ടി പറ്റുക? ഒരു എപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി പറ്റുക. ഇനി ഇതൊക്കെ ഉൾപ്പെടുത്തി ആ പോയത്തിനെ മുൻനിർത്തിയിട്ട് നമുക്ക് ഒരു എപ്രീസിയേഷൻ എഴുതി നോക്കാം. എപ്രീസിയേഷൻ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൽ തന്ന പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഏതാണ്, അതിൻ്റെ ആ ഓരോ ഭാഗങ്ങളും
ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താണ്, സമ്മറി എന്താണ്, അതൊക്കെ ആ ഒരു ബോക്സ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ തന്നെയാണ് ഞാൻ തരുന്നത്. നിങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷനിൽ ആ ഒരു പോമിനെക്കുറിച്ചും പോയറ്റിനെ കുറിച്ചും പറയണമെന്ന് നമ്മൾ ആദ്യം വർക്ക്ഷീറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ല. തീം ഓഫ് ദ പോമും അബൌട്ട് ദ പോയറ്റും അതാണ് ഇൻട്രൊഡക്ഷനിൽ വരിക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. Wisława Szymborska, a Nobel Prize winning Polish poet, delves into the complexities of human existence in her poem Nothing Toys. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ പോയറ്റ് വിസാൽവ സിംബോസ്ക നോബൽ പ്രൈസ് വിന്നറാണ്, പോളിഷ് പോയറ്റാണ്. അവരുടെ പോമായ നത്തിങ് ടോയ്സിൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു രീതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പോമിൽ കാണാൻ പറ്റുന്നത്. Through her eloquent verses, Szymborska explored the theme of embracing the present moment and cherishing life's fleeting nature. അവരുടെ വാചാലമായ വാക്യത്തിലൂടെ വർത്തമാന നിമിഷത്തെ, അതായത് പ്രസൻറ്റിലുള്ള ആ ഒരു നിമിഷത്തെ ആലിംഗനം ചെയ്യുകയും ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു പ്രമേയം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ വിസാൽവ സിംബോസ്ക പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, then she skillfully crafts a narrative that emphasizes the uniqueness of each experience, highlighting the impermanence of time and the spontaneity of existence. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോമിൽ സമയത്തിൻ്റെ നശ്വരതയും ജീവിതത്തിൻ്റെ ആ ഒരു നാച്ചുറൽനെസ് അല്ലെ സ്വാഭാവികതയും എടുത്തു കാണിച്ചുകൊണ്ട് ഓരോ അനുഭവത്തിൻ്റെയും തനിമയെ ഊന്നിപ്പറയുന്ന ഒരു നറേറ്റീവ് നമ്മുടെ പോയിറ്റ് വളരെ സമർത്ഥമായിട്ട് തയ്യാറാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തു. ആ ഒരു തീമും പോയിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ദ പോം റിഫ്ലെക്ട്സ് ഓൺ ദ ഐഡിയ ദാറ്റ് നത്തിങ് ഇൻ ലൈഫ് ക്യാൻ എവർ ബി റിപ്പീറ്റഡ്. അപ്പോൾ ഈ ഒരു പോമിൽ കാണിക്കുന്ന ആ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിൽ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യില്ല, ആവർത്തിക്കപ്പെടില്ല. സിംബോസ്ക poignantly observe that we come into the world unprepared, improvising our way through life and depart without the opportunity to practice. അപ്പോൾ ഇവിടെ ഈ ഒരു പോമിൽ നമ്മുടെ സിംബോസ്ക വളരെ ആഴത്തിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഈ വേൾഡിൽ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് വരുന്നത്. ഇംപ്രൊവൈസിങ് അവർ വേ ത്രൂ അവർ ലൈഫ്, ജീവിതത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് മെച്ചപ്പെടുത്തുകയാണ്. ആൻഡ് ഡിപ്പാർട്ട് വിത്തൗട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ്, അത് ആ ഒരു ജീവിതം ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള യാതൊരു അവസരവുമില്ലാതെ നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടിയും വരുന്നു. ഈച്ച് ഡേ ആൻഡ് നൈറ്റ് പ്രസൻറ്റ് ന്യൂ എക്സ്പീരിയൻസ് വിത്ത് നോ ടു മൊമെൻറ്റ്സ് ബീയിങ് എക്സാക്ട്ലി എലൈക്ക് അല്ലേ. ഓരോ ദിവസവും ഓരോ നൈറ്റിലും നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണ്, പ്രസൻറ്റ് ന്യൂ എക്സ്പീരിയൻസ്, പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഒരു അനുഭവവും എന്തില്ല, പരസ്പരം ഒരേപോലെയല്ല. ദ പോം മ്യൂസസ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് accidental mentions of one name, likening it to the sudden presence of a rose in a room. അപ്പോൾ ഈ ഒരു പോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിംബോസ്ക ഊന്നി പറയുന്നൊരു കാര്യം എന്തിൻ്റെ പ്രാധാന്യമാണ്, വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്കിഷ്ടമുള്ള ഒരാളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നമ്മുടെ ഇമോഷൻസ് അല്ലേ. നെയിം ലൈക്കനിങ് ടു ദ സഡൻ പ്രസൻസ് ഓഫ് എ റോസ് ഇൻ എ റൂം, അങ്ങനെ ഒരു കാര്യം ഇവിടെ നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. It concludes with a reflection on the passage of time and the need to embrace the present moment അല്ലേ. ഈ ഒരു പോമിൽ കാണിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ ആ ഒരു ഒഴുക്കും കൂടാതെ പ്രസൻറ്റിനെ നമ്മൾ ആലിംഗനം ചെയ്യേണ്ടത്, അതായത് പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഈ ഒരു പോയത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ആവശ്യകതയാണ് നമ്മളോട് പറയുന്നത് ഈ ഒരു പോമിൽ. സിംബോസ്ക എംപ്ലോയ്സ് എ സ്ട്രക്ചർ ഫോർമാറ്റ് വിത്ത് 7 സ്റ്റാൻസിയാണ്, 6 സ്റ്റാൻസി അല്ല, 7 സ്റ്റാൻസാസ് ഈച്ച് കംപ്രൈസിങ് 4 ലൈൻസ് അല്ലേ. ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 വരികളുള്ള 7 സ്റ്റാൻസാസ് ആണ്. ദ പോം ഫോളോസ് ആൻഡ് എ ബി റൈം സ്കീം വിത്ത് റൈമിംഗ് വേർഡ്സ് സച്ച് ആസ് ടോയ്സ് ആൻഡ് ഇംപ്രവൈസ്, ഈസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് ഡേ ആൻഡ് സ്റ്റേ. ഇതൊന്നും ഞാനിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. The poem features instances of alliteration, assonance and rhythmic cadence,
എൻഹാൻസിങ് ഇറ്റ്സ് മ്യൂസിക്കൽ ക്വാളിറ്റി. അല്ലേ, ഈ പോമിൽ പറഞ്ഞിരിക്കുന്ന പോയറ്റിക് ഡിവൈസായ ആലിറ്ററേഷൻ ആയാലും എസണൻസ് ഇതൊക്കെ ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് ആ കവിതയെ സമ്പന്നമാക്കാൻ നമ്മുടെ പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ത്രൂ ദീസ് ലിറ്റററി ഡിവൈസ് സിംബോസ്ക ക്രിയേറ്റ്സ് എ റിതമിക് ഫ്ലോ ദാറ്റ് ക്യാപ്റ്റിവേറ്റ്സ് ദ റീഡേഴ്സ് അറ്റൻഷൻ ആൻഡ് എംഫസൈസ് കീ തീംസ്. അല്ലേ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പോയറ്റിക് ഡിവൈസൊക്കെ നമ്മുടെ പോയറ്റ് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു താളാത്മകമായ ഒരു ഒഴുക്കിന് വേണ്ടിയിട്ടും അത് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ, അതിൻ്റെ തീമിലേക്ക് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധ ഒന്നും കൂടെ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പോയറ്റ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദ പോം ഈസ് റിച്ച് ഇൻ ഇമാജറി ആൻഡ് ഫിഗ്രോ സ്പീച്ച് ദാറ്റ് ഇവോക്ക് സെൻസറി ആൻഡ് ഇമോഷണൽ റെസ്പോൺസ്. അല്ലേ, ദ പോയം എന്താണ്? ഈ പോമിൽ ഇന്ദ്രിയപരവും വൈകാരികവുമായ പ്രതികരണങ്ങൾ ഉണർത്തുന്ന ഇമേജുകളും ഫിഗ്രോ സ്പീച്ചുകളും ഈ ഒരു കവിത എന്താണ്? വളരെ സമ്പന്നമാണ്. സിംബോസ്ക യൂസസ് മെറ്റഫേഴ്സ് സച്ച് ആസ് കമ്പയറിംഗ് ലൈഫ് ടു എ റോസ് ഫ്ലങ് ഇൻ ടു എ റൂം ടു ഇലിസ്ട്രേറ്റ് ദ സഡനസ് ആൻഡ് എല്ലോ ഓഫ് എക്സ്പീരിയൻസ്. അല്ലേ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അനുഭവങ്ങളുടെ പെട്ടെന്നുള്ള ആ ഒരു വശീകരണതയും ആകർഷണയൊക്കെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തെ മുറിയിലേക്ക് എറിയുന്ന ഒരു റോസാപ്പൂവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിലൂടെയാണ്. അല്ലേ, അവിടെയാണ് നമ്മൾ മെറ്റഫോർ യൂസ് ചെയ്തതായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. പെർസോണിഫിക്കേഷൻ ഈസ് എംപ്ലോയ്ഡ് ടു ഇംപ്യൂ ദ പാസിംഗ് ഡേ വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫ്ലീറ്റിംഗ് നേച്ചർ. അല്ലേ, ഇവിടെ പെർസോണിഫിക്കേഷൻ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പോക്ക്, അല്ലേ, ദിവസത്തിൻ്റെ ആ ഒരു ഒഴുക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഹ്യൂമൻ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലേ, മനുഷ്യരുടെ ആ ഒരു ഗുണം നൽകിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ, ക്ഷണികമായ ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ ഒരു പെർസോണിഫിക്കേഷനും ഈ പോമിൽ കാണിച്ചിട്ടുണ്ട്. Additionally, the imagery of smiles, kisses and the classroom setting evoke a sense of intimacy and connection, enriching the reader's engagement with the poem. അല്ലേ, കൂടാതെ ഇതിലെ ഏതൊക്കെ ഇമേജറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്? സ്മൈൽസ്, കിസ്സസ് ആൻഡ് ക്ലാസ് റൂം സെറ്റിങ്സ്, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവോക്ക് എ സെൻസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് കണക്ഷൻ എൻറിച്ചിങ് ദ റീഡേഴ്സ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ പോയം. വായനക്കാർക്ക് ഈ പോവുമായിട്ടുണ്ടാകുന്ന ആ ഒരു ബന്ധത്തെ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഈ ഒരു ഇമേജറീസൊക്കെ നമ്മുടെ പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു അടുപ്പം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. Nothing Toys is a thought-provoking poem that prompts readers to contemplate the transient nature of life and the importance of seizing the present moment. അപ്പോൾ സിംബോസ്കിയുടെ ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും വർത്തമാന നിമിഷം പിടിച്ചെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തോദീപകമായ കവിതയാണ് ഇത്. Okay, Simboska's skillful use of language and imagery creates a profound and memorable exploration of human existence. സിംബോസ്കയുടെ ആ ഒരു ഭാഷയുടെയും ഇമേജറിയുടെയും സമർത്ഥമായ ഉപയോഗം മനുഷ്യ ജീവിതത്തിൻ്റെ അഗാധവും അവിസ്മരണീയമായ ഒരു പര്യവേഷണം സൃഷ്ടിക്കുന്നു. അല്ലേ, ഒരു എക്സ്പ്ലറേഷൻ അതിൽ ആ ഒരു പോമിൽ സൃഷ്ടിക്കുന്നു. Then through its rhythmic cadence and evocative imagery, the poem resonates deeply with the audience, inviting reflection on the beauty and impermanence of life. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്? താളാത്മകമായ ഒഴുക്കിലൂടെയും ഉദ്യോഗജനകമായ ഇമാജറിയിലൂടെയും കവിത പ്രേക്ഷകരിൽ ആഴത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിധ്വനിക്കുന്നുണ്ട്. In conclusion, Nothing Toys serves as a poignant reminder to embrace each moment with gratitude and mindfulness, for life's experience are as fleeting as they are precious. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് കൺക്ലൂഷനായിട്ട് എന്താണ് പറയുന്നത്? ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെയും നശ്വരതയെയും പ്രതിഫലിപ്പിക്കുന്ന ഈ ഒരു നത്തിങ് ടോയ്സ് എന്ന കവിത ഓരോ നിമിഷത്തെയും നന്ദിയോടെയും പിന്നെ പൂർണ്ണ മനസ്സോടെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. കാരണം ജീവിതാനുഭവങ്ങൾ, അല്ലേ, നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരങ്ങൾ അമൂല്യമായതുപോലെ തന്നെ എന്താണ്? ക്ഷണികവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എപ്രീസിയേഷൻ എഴുതാം. ടോട്ടലായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എപ്രീസിയേഷനാണ്
കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം. കാരണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരു എപ്രീസിയേഷനിൽ. അത് വർക്ക്ഷീറ്റിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ കൂടുതൽ വർക്ക്ഷീറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.